സിമ്പിളായിട്ടുള്ളൊരു യോക്ക് പോർഷൻ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു സ്പൈഡർ വീലിൻ്റെ ഫ്ലവറും കൂടെ ഇതിൽ ചെയ്ത് കൊടുക്കണം. ഇതിലൊരു സ്റ്റെമ്മും 2 ലീഫുമാണ് വരുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ത്രെഡ് വെച്ചിട്ട് നമുക്കത് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 strands ആണ് എടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയി. ഇനി ഫ്ലവറും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫ്ലവർ ചെയ്യുന്നത് സ്പൈഡർ വീൽ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള എംബ്രോയ്ഡറിയും കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുരിദാറിൻ്റെ യോക്ക് പോർഷനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ സൈഡിലൊരു പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെറുതെ ഒരു റെഡ് കളർ മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് ആദ്യം ഒന്ന് തയ്ച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഏത് ചുരിദാറിലാണോ തയ്ക്കുന്നത് അതിൽ വെച്ചിട്ട് ഈ ഒരു യോക്ക് പോർഷൻ അതിൻ്റെ കൂടെ തയ്ച്ചു കൊടുക്കുക. ഇതിൻ്റെ 3 ഭാഗത്തായിട്ട് ഞാൻ ഈ പൈപ്പിംഗ് മെറ്റീരിയൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് മെറ്റീരിയലാണോ നമ്മൾ ചുരിദാർ തയ്ക്കുന്നത് അതിൻ്റെ യോക്ക് പോർഷനിൽ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത ആ ഒരു മെറ്റീരിയലിൻ്റെ സെൻറ്ററും ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം.
ഈ ഒരു പൈപ്പിംഗ് മെറ്റീരിയൽ ഇതുപോലെ താഴേക്ക് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നെക്ക് ഈ ഒരു ഭാഗത്തായിരിക്കും വരുന്നത്. പിന്നെ പൈപ്പിംഗ് നമ്മൾ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.